ഹായ്, ദിസ് ഈസ് അരുൺ. ഇപ്പം ഞാനിന്ന് വന്നത് ഫ്രീ ആയി എങ്ങനെ ഷെയർ മാർക്കറ്റിംഗ് പഠിക്കാം എന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാനാണ്. അതിനു മുമ്പ് എനിക്കൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാനുണ്ട്. നമ്മളിപ്പോൾ ഈ കാറൊക്കെ ഓടിക്കാൻ പഠിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ ടൈമിൽ നമ്മൾ പുതുതായിട്ടൊരു കാർ വാങ്ങിച്ചിട്ട് അപ്പം തന്നെ ആ കാറൊക്കെ ഇറങ്ങി ഓടിച്ചു പോവല്ല ചെയ്യുന്നത്. നമ്മൾ ആദ്യമായിട്ട് ആ ബേസിക്സ് ഒക്കെ പഠിക്കാനോ ഇത് എന്താണെന്നുള്ളതും എങ്ങനെയാണ് ഡ്രൈവിംഗ് പഠിക്കണം എന്നതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ക്ലാസ് ഒക്കെ കിട്ടാൻ വേണ്ടി ഡ്രൈവിംഗ് ആശാൻ്റെ അടുത്ത് പോയിട്ട് ഒരു 2 ആഴ്ച തൊട്ട് 1 മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്നൊക്കെ പഠിക്കാൻ. അതിനുശേഷം നമ്മൾ ആ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ലൈസൻസ് ഒക്കെ എടുത്ത ശേഷം നമ്മൾ കാറും കൊണ്ട് പയ്യെ റോഡിലൂടെയൊക്കെ ഓടിച്ച് തുടങ്ങുന്നു. ആ ഒരു 1 ഇയർ പ്രോസസ്സ് അങ്ങനെ കഴിയുന്നു. 1 ഇയർ ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നു. നമ്മുടെ സത്യത്തിൽ പറയുകയാണെങ്കിൽ കൈ തെളിയാന്നൊക്കെ പറയും. അതെല്ലാം കഴിഞ്ഞ് ഒരു 2 ഇയർ 3 ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മളിതിലൊരു നല്ല എക്സ്പേർട്ട് ലെവലിലേക്ക് ആവും. അതായത് പിന്നീടുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് എഫേർട്സ് ഇടാതെയാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മൾ ജസ്റ്റ് കയറിയിരിക്കുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു, ബാക്കിയുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ ഉള്ളിൽ നിന്നുള്ള മനസ്സിൽ നിന്ന് വരുന്ന പോലെ നമ്മൾ പ്രവർത്തിക്കും. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യത്തിൽ പുതിയ ആൾക്കാർ വേഗം അക്കൗണ്ട് ഓപ്പൺ ചെയ്യും, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യും, ഇഷ്ടമുള്ള ഷെയർസ് വാങ്ങും. ഇഷ്ടമുള്ള ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നോക്കുമ്പോൾ കുറച്ച് പ്രൈസിൽ നിൽക്കുന്നുണ്ടാവും. ആ പ്രൈസിൽ ആകർഷണമായി അട്രാക്റ്റായി ഇവർ ഈ ഷെയർസ് വാങ്ങും. അപ്പോൾ ചില സമയത്ത് ഇത് വർക്ക് ചെയ്യും, ചില സമയത്ത് ഇത് വർക്ക് ചെയ്യില്ല. പുതിയ ആൾക്കാർക്ക് ഇതൊട്ടും വർക്ക് ചെയ്യില്ല. അങ്ങനെ വർക്ക് ചെയ്യാതെ വരുമ്പോൾ അവർ ലോസ് എന്ന പുതിയ കാര്യം പഠിക്കും. അപ്പോൾ കൂടുതൽ ആൾക്കാരും ലോസിലേക്ക് പോകാൻ തുടങ്ങും. ഇൻട്രാഡേ കളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാശ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ ഇൻട്രാഡേയിലേക്ക് ഇറങ്ങും. അവിടെയും ആദ്യം കുറച്ച് പ്രോഫിറ്റ് വരും, പിന്നീട് നഷ്ടങ്ങളിലേക്ക് വരും, പിന്നെ റിവെഞ്ച് ട്രേഡുകൾ പോവും, അതും നഷ്ടങ്ങളിലേക്ക് വരും. അങ്ങനെ മൊത്തത്തിൽ ഷെയർ മാർക്കറ്റ് ഗാംബ്ലിംഗ് ആണ്, ഷെയർ മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളൊരു കൺക്ലൂഷനിലെത്തും. അങ്ങനെ ലാസ്റ്റ് അവരുടെ പൈസ എല്ലാം അവരിതിൽ കളഞ്ഞു കുളിക്കും. അപ്പോൾ ഈ ഒരു ഷെയർ മാർക്കറ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റിൽ പ്രത്യേകിച്ചൊരു ഒരു എക്സാമോ കാര്യങ്ങളൊന്നുമില്ല. അതായത് ഇത്ര പഠിച്ചില്ല, ഇത്ര ലെവൽ ഓഫ് പഠിച്ചിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ ഓപ്പൺ ആക്കി കിട്ടും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒന്നും പഠിക്കാതെ തന്നെ നമ്മൾ ഇൻവെസ്റ്റിംഗ് ആണ്. ശരിക്കും നമ്മളിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്ന പോലെ തന്നെ ഇതിൽ ഒരു ലൈസൻസ് പോലെ ഒരു കാര്യം, അതായത് ഇന്ന ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു റൂൾ ഉണ്ടെങ്കിൽ ഇത്രയും പേർക്ക് ലോസസ് വരില്ല. ഞാൻ ഇന്നിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്സ്റ്റോക്ക് എന്ന പ്ലാറ്റ്ഫോമാണ്. ഈ അപ്സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു 4000 റുപ്പീസിൻ്റെ ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 4000 റുപ്പീസ് നമുക്ക് കിട്ടുമോ ഇല്ലയോ, എന്ത് രീതിയിലാണ് ഈ 4000 റുപ്പീസിൻ്റെ ഓഫേഴ്സ് വരുന്നത് എന്ന കാര്യം. ഇതൊരു ഡിസ്കൗണ്ട് ബ്രോക്കറാണ്, അതുകൊണ്ട് നിങ്ങൾ ഷെയർ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഡെലിവറി എടുക്കുകയാണെങ്കിൽ ബ്രോക്കറേജ് ഇല്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ലൈറ്റാണ്. ലൈറ്റിൽ ഡിമാറ്റ് അക്കൗണ്ട് ഫ്രീ ആണ്. ബാക്കി ഒരു ഓഫേഴ്സ് നമുക്ക് കിട്ടില്ല. ഈ 4000 റുപ്പീസിൻ്റെ ബെനിഫിറ്റ്സ് ഒന്നും കിട്ടില്ല. അടുത്തത് പ്ലസ് ആണ്. പ്ലസ് 249 റുപ്പീസാണ്. അതിൽ ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ചാർജസ് ഫ്രീ ആണ്. അതേപോലെ തന്നെ എലൻ മാർക്കറ്റിൽ ഒരു ബിഗിനർ കോഴ്സ് ചെയ്യുന്നത് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. സ്റ്റോക്ക് എഡ്ജിൻ്റെ ഒരു പ്രീമിയം കിട്ടുന്നുണ്ട്. മണി കൺട്രോൾ പ്രോ ഇല്ല. അടുത്തത് പ്രീമിയം 299 ആണ്. അതാണ് പോപ്പുലർ ചോയ്സ്. അതിലെല്ലാം തന്നെയുണ്ട്. നമുക്കറിയാം മണി കൺട്രോൾ എന്ന് പറയുന്നത് തന്നെ ബിഗിനേഴ്സിൻ്റെ ഏറ്റവും ആദ്യം ഒരു ഇൻസ്റ്റാൾ ചെയ്ത് ഷെയർ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ആപ്പാണ് മണി കൺട്രോൾ ആപ്പ്. മണി കൺട്രോൾ പ്രോ എന്തെന്ന് ചോദിക്കുകഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സ് അവർ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു പ്രത്യേക പ്ലാൻ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. എലൻ മാർക്കറ്റിൽ എന്താ അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബിഗിനേഴ്സ് ലെവൽ കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇതാണ്. അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള കോഴ്സസ് ഒക്കെ കൊടുക്കുന്ന ഒരു ഒരു പ്രൊവൈഡറാണ് എലൻ മാർക്കറ്റ്. അതുപോലെ തന്നെ സ്റ്റോക്ക് എഡ്ജിൽ നമുക്ക് ഒരുപാട് സ്കാനൊക്കെ റൺ ചെയ്യാൻ പറ്റും. അതിലൂടെ നമുക്ക് ഒരുപാട് ടൈം കുറയ്ക്കാൻ പറ്റും. ഷെയർ സെർച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ടൈം കുറയ്ക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ 1000-1500 സ്റ്റോക്സ് ഉണ്ടാവും. ഇതെല്ലാം സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ഫണ്ടമെൻ്റൽ ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം പോകും. അപ്പോൾ നമ്മൾക്ക് ഫിൽട്ടർ ചെയ്ത് വരുന്ന സ്റ്റോക്ക് മാത്രം നോക്കുകയാണെങ്കിൽ വളരെ അഡ്വാൻറ്റേജ് ആണ്. ഇതാണ് ഇ ലേൺ മാർക്കറ്റ്സിൽ ഈ പറഞ്ഞ ഓഫറിൽ നമുക്ക് കിട്ടുന്നൊരു ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റ് മെയ്ഡ് ഈസി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഫ്രീ ആയിട്ട് കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വീഡിയോ ലെക്ചർ 3 വർഷമാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. 3 വർഷം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന്
ഡ്രൈവിങ്ങിൽ കൈ തള്ളിയണമെങ്കിൽ ഒരു 3 കൊല്ലം എടുക്കും. സ്റ്റോക്ക് മാർക്കറ്റിലും കൈ തള്ളിയണമെങ്കിൽ ഒരു 3 കൊല്ലം എടുക്കും. വീട് കണ്ടു തീർക്കാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മന്ത് മാത്രം മതി. എന്നിരുന്നാൽ കൂടി നിങ്ങൾക്ക് 3 ഇയർ ആക്സസ് ഉണ്ട്. ഇനി എപ്പോഴെങ്കിലും ഒന്ന് റിഫ്രഷ് ചെയ്യണമെങ്കിൽ കൂടെ ഈ ആക്സസ് ഉണ്ട്. അപ്പോൾ വളരെ ആരുടെയും സഹായമില്ലാതെ തന്നെ നിങ്ങൾക്ക് സ്വയമേ ഇത് പഠിച്ചെടുക്കാൻ പറ്റും. ശരിയല്ലേ? അപ്പം ഇങ്ങനെ ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം ഇത്രയും ചെറിയ രൂപയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ സ്റ്റോക്ക് എഡ്ജിൻ്റെ പ്രീമിയം ക്വാർട്ടർലി ഇതാണ് കേട്ടോ 999. അതായത് 3 മാസത്തെ പ്ലാനേ കിട്ടുള്ളൂ അതിൽ. കാരണം സ്റ്റോക്ക് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. ഇത്രയും നമുക്ക് അത്ര എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വലിയ പ്ലാറ്റ്ഫോം തന്നെയാണ് സ്റ്റോക്ക് എഡ്ജ്. നിങ്ങൾക്ക് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ മനസ്സിലാവും എത്ര യൂസർ ഫ്രണ്ട്ലി ആണെന്ന്. അടുത്തത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മണി കൺട്രോൾ പ്രോ ആണ്. മണി കൺട്രോൾ പ്രോ ശരിക്കും 2000 റുപ്പീസിൻ്റെ ബെനിഫിറ്റ് 1 ഇയറിൻ്റെ ഒരു പ്രോ പാക്കേജാണ് തരുന്നത്. പക്ഷേ ഇപ്പോൾ ഫ്രീഡം ഓഫർ ഉണ്ട്, ഇൻഡിപെൻഡൻസ് ഡേയുടെ ഫ്രീഡം ഓഫർ. അതുകൊണ്ടാണ് 365 റേഞ്ചിൽ കിട്ടുന്നത്. എന്നിരുന്നാൽ കൂടി 365 റുപ്പീസ് കൊടുക്കണം. പക്ഷേ നമുക്കറിയാം ഇതെല്ലാം കൂടെ അപ്സ്റ്റോക്കിൽ ഓപ്പൺ ചെയ്യുമ്പോൾ 299 റുപ്പീസേ വരുന്നുള്ളൂ. നമുക്ക് എല്ലാ പാക്കേജും വരും. നിങ്ങൾക്ക് അക്കൗണ്ട് മാത്രം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ലൈറ്റിൽ ഓപ്പൺ ചെയ്ത് ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്യാം. പ്ലസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോ മണി കൺട്രോൾ പ്രോ ഉണ്ടാകില്ല. ബാക്കി എല്ലാ പാക്കേജും അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലൊരു പാക്കേജ് കിട്ടണമെങ്കിൽ നിങ്ങൾ അപ്സ്റ്റോക്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതുവരെ ഡിമാറ്റ് അക്കൗണ്ട് ആരും ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടാം. നിങ്ങളതിൽ കയറി അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മതി. അക്കൗണ്ട് ഓപ്പണിംഗ് റിലേറ്റഡ് ആയ ഡൗട്ട്സോ ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ തീർച്ചയായും സഹായിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം കമൻ്റായിട്ട് ഇടണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.